ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ LGS പരീക്ഷയെ ലക്ഷ്യം വെച്ചുള്ള പഠനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. LGS പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രൊഫൈലിൽ മെസ്സേജുകൾ വന്നു തുടങ്ങി. ഏകദേശം 6 ജില്ലകൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിൽ എൻ്റെ ഒരു ഉദ്യോഗാർത്ഥി, കാരണം LGSന് നമ്മൾ യൂട്യൂബിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം യൂണിവേഴ്സിറ്റി LGS, കമ്പനി ബോർഡ് LGS, വേരിയസ് LGS തുടങ്ങിയ പരീക്ഷകൾക്ക് നമുക്ക് പെയ്ഡ് ബാച്ചുകളും ഉണ്ടായിരുന്നു. അതിലൊരു ബാച്ചിൽ പഠിച്ച സ്റ്റുഡൻറ്റിനോട് സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹം പരീക്ഷ എഴുതിയത്. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 53നും 55നും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഒരു 57നും ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ആ ഒരു റേഞ്ചാണ് മാർക്ക്. OBC ആണ്. അദ്ദേഹത്തിന് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ OBC കാറ്റഗറിയിൽ ആ ഒരു മാക്സിമം 57, ആ 57 മിനിമം നിങ്ങൾ നോക്കണ്ട. 53 കൺസെപ്റ്റ് നമുക്ക് എടുക്കണ്ട. 57 എന്നുള്ള കൺസെപ്റ്റ് എടുത്താൽ ആ ഒരു റേഞ്ച് ഓഫ് മാർക്കിന് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് മാക്സിമം ശനിയാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം എല്ലാ ജില്ലകളുടെയും പ്രൊഫൈൽ മെസ്സേജ് വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം LD ക്ലർക്കും ഇങ്ങനെയായിരുന്നു. ആദ്യ ദിവസം 1-2 ജില്ല, അങ്ങനെ ഒരാഴ്ച കൊണ്ടാണ് മുഴുവൻ ജില്ലകളിലും മെസ്സേജ് വന്നു തീർന്നത്. ആ മെസ്സേജ് വന്നു തീർന്ന് LGSൻ്റെ മെസ്സേജ് വരാൻ തുടങ്ങിയപ്പോൾ LD ക്ലർക്ക് കാസർഗോഡ് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എല്ലാ തസ്തികകളിലും ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന SI പല തസ്തികകളിലും ഏറ്റവും കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിന് PSC പറയുന്ന ന്യായീകരണം, ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കൂടുതൽ പേർക്കും, പറ്റിയാൽ മുഴുവൻ പേർക്കും ജോലി നൽകുക എന്ന കൺസെപ്റ്റിലാണ് ഏറ്റവും കുറച്ച് ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വഴിക്ക് ചിന്തിച്ചാൽ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നൊരവസ്ഥ. അപ്പോൾ മെയിൻ ലിസ്റ്റിലാണോ ഷോർട്ട് ലിസ്റ്റിലാണോ ഉൾപ്പെടുത്താൻ ഇദ്ദേഹത്തിന് മെസ്സേജ് വന്നത് എന്ന് കൺഫർമേഷൻ ഇല്ലെങ്കിൽ കൂടി 55 മാർക്ക് ആ ഒരു റേഞ്ചിൽ OBC കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥിക്ക് പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ കട്ട് ഓഫിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തടുത്ത ജില്ലകളുടെയും മെസ്സേജ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിൽ LD ക്ലർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പെയ്ഡ് ബാച്ച് നടക്കുന്നുണ്ട്. യൂട്യൂബിലും LD ക്ലർക്ക് ലെവലിലുള്ള പരീക്ഷകളുടെ തയ്യാറെടുപ്പ് ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കയറി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.